നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് ചാണ്ടിയുമ്മൻ പ്രസംഗിച്ചതിന്റെ മറുപടി പ്രസംഗം നടത്തിയതിൽ വളരെ വലിയ പ്രതിഷേധങ്ങൾ പത്തനാപുരത്തും പുറത്തുള്ള സ്ഥലങ്ങളിലും ആഞ്ഞടിക്കുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് KB ഗണേഷ് കുമാറിനെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ സംസാരിച്ചോട്ട് വരികയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം ഞാനിവിടെ KB ഗണേഷ് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. KB ഗണേഷ് കുമാറിനെതിരായി അരുൺകുമാർ അന്ന് സരിത പറഞ്ഞ വാക്കുകൾ ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഇല്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ബാലകൃഷ്ണപിള്ള സാർ എനിക്ക് എമൗണ്ട് തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയില്ല. എൻ്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. ഞാൻ ജയിലിലായിരുന്നു. ഒരു മാസവും എൻ്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. അത് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടിയുണ്ടായിരുന്നു. മേ ബി, പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. KB ഗണേഷ് കുമാറിനെതിരെ സ്വന്തം പിതാവ് കൊട്ടാരക്കരയിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന UDF-ന്റെ ഭാഗമായിരുന്ന R ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞ വാക്കുകൾ വളരെയേറെ ഹൃദയഭേദകമാണ്, വളരെയേറെ ഹൃദയത്തിൽ തൊടുന്നതാണ്. 2001-2002 കാലഘട്ടത്തിൽ ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിപ്പിച്ചത് താൻ ചെയ്ത ഏറ്റവും വലിയ അപരാധമാണെന്നാണ് R ബാലകൃഷ്ണപിള്ള പറയുന്നത്. അച്ഛൻ എന്നതിൽ ഞാൻ വിഷമിക്കുന്നു എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു. അത്തരത്തിൽ ഒരു MLA, ഒരു മന്ത്രിയായിരുന്ന ആളെ പറ്റി സ്വന്തം പിതാവ് പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ആ വാക്കുകളൊന്ന് ഇനി അറിയണം. ഒരു രാഷ്ട്രീയക്കാരൻ എന്നാലേ പ്രസവ വേദന, ഒരു അമ്മ അറിയണമെങ്കിൽ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ സ്വയം പ്രസവിക്കണം, സിസേറിയനാകാൻ പറ്റുകയില്ല. ഞങ്ങളുടെ മന്ത്രി പ്രസവ വേദനയോ രാഷ്ട്രീയത്തിൽ ചോരെഴുത്ത് നടത്തിയോ, അവൻ്റെ അച്ഛൻ ഉൾപ്പെടെ നടത്തിയ ജയിലിൽ കിടന്നോ, അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിച്ചോ, പട്ടിണി കിടന്നോ, തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും രാത്രി 12 മണിക്കും 1 മണിക്കും പാർട്ടി ക്ലാസ്സും കഴിഞ്ഞ് നടന്നോ, കടത്തിണ്ണെ കിടന്നു ഉറങ്ങിയതോ, പട്ടിണി കിടന്നോ ഒന്നും അറിയാതെ കടന്നു വന്ന സിസേറിയൻ ബേബിയാണ് രാഷ്ട്രീയത്തിൽ. സിസേറിയൻ കഴിഞ്ഞാൽ വന്നേ, സുഖപ്രസവമല്ല, വേദനയുള്ള പ്രസവമല്ല. അപ്പോൾ അതിൻ്റെതായ മനോഭാവം രാഷ്ട്രീയക്കാരോട് കാണിക്കും. അതായിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടമാണ് 2001 കേരള. എൻ്റെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞല്ലോ, അതെല്ലാം പത്രത്തിൽ വന്നല്ലോ, പുതിയ കാര്യമല്ലോ. 2001 ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ, അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ, ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് പത്രത്തിന് ടിവിയിലൊക്കെ. അച്ഛനായി പോയതിനിപ്പോൾ എന്ത് ചെയ്യാൻ? എനിക്കിനിയിപ്പോൾ അച്ഛനല്ലെന്ന് പറയാനുള്ളൂ. പക്ഷേ അച്ഛനെന്നുള്ളതിനേക്കാൾ, മകനെന്നുള്ളതിനേക്കാൾ എനിക്ക് ഉത്തരവാദിത്വവും കടപ്പാടും എന്നെ ഞാനാക്കിയ എൻ്റെ ലക്ഷക്കണക്കിനുള്ള പാർട്ടി അംഗങ്ങളോടും പ്രവർത്തകരോടുമാണ്. മകനോടുള്ള കടമയെ കാണിച്ചു കൊടുക്കാം. കൂടുതൽ സ്വത്ത് കൊടുക്കാഞ്ഞ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെപ്പറ്റി എല്ലാവരും അറിയേണ്ടി വരും. അതിലേക്കൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതിലേക്കൊന്നും സർക്കാരുകൾ വരും ഒന്നും ഇപ്പോൾ പറയാനൊക്കെ എനിക്ക്. അതിപ്പോൾ എനിക്ക് കണ്ടുകൂട്ടണമെന്ന് ആഗ്രഹമില്ല. ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോൾ പോലും എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല. ഞാനാണ് മരിക്കുന്നതെങ്കിൽ ആഗ്രഹമില്ല. കാരണം എന്തിനാഗ്രഹം? ഞാൻ തിരുവനന്തപുരത്ത് കിടന്ന കാലത്ത് എന്നെ ജയിലിലിട്ടേച്ച് ഒരുപാട് തോന്നിവാസങ്ങൾ സ്വയം നടത്തി. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ. ഈ വീഡിയോകളിൽ നിന്നും ഈ വാക്കുകളിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഏത് തരത്തിലുള്ള ഒരു ക്യാരക്ടറിന്റെ ഉടമയാണ് KB ഗണേഷ് കുമാർ എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയെ പറ്റി പറയുമ്പോൾ, ചാണ്ടിയുമ്മനെ പറ്റി പറയുമ്പോഴൊക്കെ ഒരു കാര്യം വളരെ വ്യക്തമായി ചിന്തിക്കണം. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന്റെ വലിയ ഒരു അനുഗ്രഹം തൻ്റെ ജീവിതത്തിൽ പല ഭാഗങ്ങളിലും ഗണേശൻ ഗുണമായി മാറി. അല്ലാതെ ഗണേശൻ തുറന്നു പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്കൊന്നും സംഭവിക്കാനില്ല, ചാണ്ടിയുമ്മനൊന്നും സംഭവിക്കാനില്ല എന്നുള്ള നഗ്നമായ സത്യം അദ്ദേഹം ഓർക്കുന്നത് നല്ലതാണ്. ഒന്ന് പറയാതെ വയ്യ, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ തുറന്നിട്ടിരിക്കുകയാണ്.